ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചില്ലി ഗോപിയുടെയും ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോ ആട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ക്യാരറ്റും ബീൻസും ക്യാബേജും കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന കോളിഫ്ലവർ വെന്തോന്നുണ്ട് കേട്ടോ. കോളിഫ്ലവർ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്തിട്ട് ഉപ്പും പിന്നെ സോയാ സോസ് ചേർക്കേണ്ടവർക്ക് ചേർക്കാം കേട്ടോ. ഞാൻ സോസ് അധികം ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് ഞാനിതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിത് നല്ലോണം കോട്ട് ചെയ്തിട്ട് വറുത്തെടുക്കാം കേട്ടോ. ഞാൻ അധികം അങ്ങനെ കോട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ടുള്ളൂ, മൈദയും കോൺഫ്ലവറും കൂടിയിട്ട്. അപ്പോൾ അതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് അപ്പുറത്ത് റൈസിൻ്റെ പണി ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ റൈസിന് വേണ്ടിയിട്ട് ഒലീവ് ഓയിൽ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ക്യാരറ്റും ക്യാബേജും ബീൻസും കൂടിയിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുത്തിട്ട് വാട്ടാൻ വെച്ചു കേട്ടോ. അതിലേക്ക് ഇപ്പുറത്ത് ഞാൻ കറി ആക്കുന്നുണ്ട്. ആ ടൈമിൽ തന്നെ ആ ഓയിലിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൽ ചില്ലി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം സോട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കണം. ടൊമാറ്റോ സോസ് ഒരു 2-3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. 2-3 തുള്ളി സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ക്യാപ്സിക്കം, ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി വെച്ചിട്ട് ഒന്ന് ബോയിൽ ചെയ്യാൻ വെക്കുക. അപ്പോൾ നമ്മുടെ റൈസിന് വേണ്ടിയിട്ട് 2 മുട്ട ഈ വെജിറ്റബിൾസിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അരിയും കൂടി ചേർത്ത് കൊടുക്കുക. ഫ്രൈഡ് റൈസിന് നമ്മളെപ്പോഴും അരി വേവിച്ച് ചൂടാറണമെന്ന് പറയും. ഞാൻ ഇന്ന് ധൃതി ആയതുകൊണ്ട് ചൂടാറാനൊന്നും നിന്നില്ല കേട്ടോ. പിന്നെ 2 തുള്ളി സോയാ സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ സോസ് വേണ്ടവർക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഈ ടൈമിൽ നമ്മൾ അപ്പുറത്ത് കോളിഫ്ലവർ വറുത്തത് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡ്രൈ ആയിട്ടായിട്ടോ വെച്ചിട്ടുണ്ടായ. പിന്നെ മല്ലിയിലയും കൂടി വെച്ചു. നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. ചോറിലും ഒരു ഇത്തിരി മല്ലിയില ആഡ് ചെയ്ത് കൊടുത്തിട്ട്. അപ്പോൾ നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ലഞ്ച് ഫ്രൈഡ് റൈസും ചില്ലി ഗോബി ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മളിത് കഷ്ണങ്ങളൊക്കെ നേരത്തെ അരിഞ്ഞ് വയ്ക്കുകയാണെങ്കിൽ ഒരു 1/2 മണിക്കൂർ മതി നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇപ്പം ഇത് പുറത്തേക്ക് ഇറങ്ങിയപ്പം നമ്മുടെ ശംഖുപുഷ്പമൊക്കെ നല്ലോണം വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുറത്തുനിന്നുള്ള വ്യൂ കേട്ടോ. ഈ വൈറ്റ് ശംഖുപുഷ്പം ഞാനിങ്ങനെ ഒരു ആർച്ച് കെട്ടിയിട്ടാട്ടോ നട്ടു കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് കാശിത്തുമ്പ, ബാൽസം ഞങ്ങളിവിടെ പറയും. കാശിത്തുമ്പ എന്നൊക്കെ കുറച്ച് പേര് പറയുന്നുണ്ട്. ഇതും ബാൽസത്തിൻ്റെ വേറൊരു വെറൈറ്റി ആട്ടോ. എല്ലാത്തിലും ഇപ്പോൾ നല്ലോണം പൂവുണ്ടായി വരണുണ്ട്. ഇത് ഞാൻ പുതിയതായിട്ട് മേടിച്ച ബഡ് റോസാണ്, ഒരു പിങ്കും പിന്നെ ഇതൊരു ഡബിൾ ഷെയ്ഡ് വരുന്ന റോസ് കേട്ടോ. റോസിലൊരു വൈറ്റ് കളർ ഷെയ്ഡ് വരുന്നത്. ഇതേ പൂ അടർന്നു പോയി. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. രണ്ടും കൂടി ഞാനൊരു 150 രൂപയ്ക്കാണ് മേടിച്ചിട്ടുണ്ടായി. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇത് വൈറ്റ് നാടൻ റോസാണ്, നല്ല രസം അത് കാണാൻ. പിന്നെ ഈ ജമന്തിയും കൂടി ഞാൻ മേടിച്ചിട്ടുണ്ടായിട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.